മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. വിപണി വ്യക്തമായും ഒരു കറക്ഷൻ മോഡിൽ ഒരു സാങ്കേതിക തിരുത്തൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് വെള്ളിയാഴ്ചത്തെ നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും ഫിഗേഴ്സ് നോക്കിയാൽ മനസ്സിലാകും. അത് കുറച്ച് ദിവസം കൂടി നീണ്ടു നിന്നേക്കും എന്നുള്ള സൂചനയാണ് പൊതുവെ ലഭിക്കുന്നത്. എന്തായാലും വിപണിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി ഹെഡ്ജ് ഇക്വിറ്റീസ് CEO N ഭുവനേന്ദ്രൻ ചേരുന്നു. ശ്രീ ഭുവനേന്ദ്രൻ, ഇപ്പോൾ ലോകത്തിൽ പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ചും ഉക്രൈൻ റഷ്യ പ്രശ്നം, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഗാസയിൽ നിന്നും ഇസ്രായേൽ പിന്മാറുന്നതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പിന്മാറിയതോടുകൂടി വിപണിക്കൊന്ന് ഒരു ആശ്വാസം ലഭിച്ചതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ക്രൂഡ് ഓയിൽ വില നന്നായിട്ട് താഴെ വന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഗ്ലോബലി എല്ലാ വിപണികളും വീഴുമ്പോൾ ഇന്ത്യക്ക് മാത്രമായി ഇൻസുലാറായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കാൻ കഴിയില്ല. അതിൻ്റെ ഭാഗമായിട്ട് വിപണി വീണു. പക്ഷേ എത്രത്തോളം, പ്രത്യേകിച്ചും ഇന്ത്യൻ വെള്ളിയാഴ്ച വന്ന പ്രവർത്തന ഫലം, രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് SBI, എല്ലാവരും മോശം റിസൾട്ടും കിട്ടാക്കടം കൂടുമെന്നും എല്ലാം പ്രതീക്ഷിച്ചു. പക്ഷേ കിട്ടാക്കടം എല്ലാം പരിഹരിച്ചുകൊണ്ട് വലിയ മുന്നേറ്റമാണ് ആ കമ്പനി നടത്തിയിരിക്കുന്നത്, SBI. മികച്ച പ്രവർത്തന ഫലം. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ച് കഴിയുമ്പോൾ ഈ കറക്ഷൻ എത്ര നാൾ നീണ്ടു നിൽക്കും ഇന്ത്യയിൽ? ഇത് ഒരു മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു റീസൺ ഇന്ത്യൻ എക്കണോമിക് സിറ്റുവേഷനിൽ ഉണ്ടായിരിക്കുന്ന ചേഞ്ചസ് ഒന്നുമല്ല. അതൊരു ഗ്ലോബൽ ഇഷ്യൂ തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ ഇറാഖിലെ എയർ സ്ട്രൈക്കിന് ഒബാമ ഓർഡർ കൊടുക്കുന്നു, ഉക്രൈൻ ഇഷ്യൂ നിലനിൽക്കുന്നു, അതുപോലെ ഇറ്റലിയുടെ GDP ഗ്രോത്ത് കുറയുന്നു. അപ്പോൾ ഈ ഇറ്റലിയുടെ GDP ഗ്രോത്ത്, ജർമ്മനിയുടെ ഡാറ്റ വരുന്നത് മോശം, ഇതൊക്കെ വീണ്ടും യൂറോപ്പ് ഒരു ക്രൈസിസിലേക്ക് മൂവ് ചെയ്യുമെന്നുള്ളൊരു കൺസേൺ. അത് ഗ്ലോബൽ മാർക്കറ്റിലൊക്കെ തന്നെ ഒരു സെൽ ഓഫ് വന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. അതല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. എന്നാൽ അതിനോട് പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്യാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ടോട്ടലി ഒരു സെൽ ഓഫ് മോഡിലാണ് ഗ്ലോബൽ മാർക്കറ്റെല്ലാം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഗ്ലോബൽ മാർക്കറ്റ് മോശമായതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ആക്റ്റീവ് അല്ല. നമുക്ക് അവരുടെ ബൈയിങ് സൈഡ് നോക്കിയാൽ വളരെ ചെറിയ വോളിയം, വളരെ കുറവാണ്. ഡൊമസ്റ്റിക് പാർട്ടിസിപ്പേഷൻ തീരെയില്ല. FISന്റെ ഒരു 600 crore നെറ്റ് ബൈയിങ് സൈഡിലേക്ക് ഇവർ വന്നിരിക്കുന്നത്. അതൊക്കെ ഒരു വളരെ ചെറിയ ഫിഗറാണ്. അതുപോലെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കുറവാണ്. അപ്പോൾ ടോട്ടലി മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് വളരെ കുറവാണ്. അതിൻ്റെ റിഫ്ലക്ഷൻ ഗ്ലോബലായിട്ട് വന്നിരിക്കുന്ന ഈ എക്കണോമിക് ക്രൈസിസ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 7,450 എന്ന് പറയുന്ന ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവലിന് അടുത്ത് വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ഒരു റിക്കവറി വരാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. തിരിച്ച് ഇപ്പോൾ ഈ 7450 അവിടെ നിന്നില്ലെങ്കിൽ ഒരു വേഴ്സ്റ്റ് കേസ് സെനാരിയോയിൽ എത്ര വരെ പോയേക്കാം? ഇതൊരു എക്സാക്ട് പോയിന്റ് 7450 എന്ന ലെവലിൽ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ജനറലായിട്ട് ആ മാർക്കറ്റ് അതിനൊരു അടുത്ത്, ചിലപ്പോൾ 7500 ബിലോ ഒന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം പല സ്റ്റോക്കുകളും ഓവർ സോൾഡ് സോണിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കാണുക. എല്ലാ സ്റ്റോക്ക് എടുത്താലും വളരെ ഷാർപ്പായിട്ടുള്ള ഒരു സെൽ ഓഫ് ആ സ്റ്റോക്കുകളിലൊക്കെ തന്നെ. നമ്മൾ നിഫ്റ്റിയിലുപരി സ്റ്റോക്കിൽ ഒരു വലിയ സെൽ ഓഫ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വാല്യൂ ബൈയിങ് ലെവലിലേക്ക് മാർക്കറ്റ് വരുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും ആക്റ്റീവ് ആകും. ഗ്ലോബൽ ക്രൈസിസ് വീണ്ടും ശക്തമായി വരാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ബെറ്റർ സോണിലേക്ക് വരികയാണെങ്കിൽ, ഇത് വീണ്ടും വേഴ്സ് സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇമ്മീഡിയറ്റ് റിക്കവറിക്കുള്ള സാധ്യത. ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവെ ഇപ്പോൾ ന്യൂസുകളുടെ അഭാവമുണ്ട് ഇന്ത്യൻ മാർക്കറ്റിന്. അതുകൊണ്ടാണ് ഇത് ഒരു പരിധിവരെ ഗ്ലോബൽ രീതിയിൽ പോയേക്കാമെന്ന് ഇന്ത്യൻ മാർക്കറ്റ് കരുതുന്നതെന്ന് തോന്നുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിന്റെ ദിവസം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി വലിയ പ്രിപ്പറേഷൻസ് നടക്കുന്നതായിട്ടാണ് നമുക്ക്. അപ്പോൾ അത് രാജ്യം കാത്തിരിക്കുന്ന, ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ചും സമ്പദ്ഘടന ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് പ്രധാനമന്ത്രിയുടെ. അതൊരു ഇവന്റായി മാറാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഒരു പുതിയ മിനിസ്ട്രി, അവരുടെ പോളിസീസ്, അതിന്റെ ഒരു അനൗൺസ്മെന്റ് ആയിരിക്കും. അടുത്ത 100 days അല്ലെങ്കിൽ അടുത്ത ഒരു 3 months എന്ത് ഗവൺമെന്റ് എടുക്കാൻ പോകുന്നു, എത്ര എഫക്റ്റീവായി അതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഇതൊക്കെ തീർച്ചയായിട്ടും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണെങ്കിൽ തന്നെ വളരെ കീനായിട്ട് വാച്ച് ചെയ്യും. അതിനനുസരിച്ചായിരിക്കാം അവരുടെ ഫർദർ ഇൻവെസ്റ്റ്മെന്റും ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ കൺസേൺ തന്നെയാണ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എടുക്കുന്ന ഓരോ ഡിസിഷനും ഇന്ത്യയിലേക്ക് കൂടുതൽ ഫണ്ട് വരാനുള്ള, അത് എഫക്റ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. കാരണം ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും ഒരു ലോവർ വാല്യൂവിലാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫണ്ട് ഇന്ത്യയിലേക്ക് വരും. അത് തീർച്ചയായിട്ടും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് പ്രൈം മിനിസ്റ്റർ എടുക്കും എന്നുള്ളതാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ള സെൽ ഓഫ് എത്ര ഷാർപ്പാണെങ്കിലും
അതിലും ഷാർപ്പായിട്ട് മാർക്കറ്റിൽ റിക്കവറി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കാരണം ടോട്ടൽ ഇക്കണോമിക് സിറ്റുവേഷൻ മാറി, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറി. ഇതിനു മുമ്പുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനിലല്ല നമ്മളിന്ന് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കറക്ഷൻ സംഭവിക്കുന്നത് ഞാൻ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും അവരുടെ മുന്നിലേക്ക് അവസരം വന്നിരിക്കുകയാണ്. വീണ്ടും രാഷ്ട്രീയമായി നോക്കിയാൽ ഇപ്പോൾ പ്രധാനമന്ത്രി അധികം സംസാരിക്കുന്നില്ല എന്ന തരത്തിലാണ് പൊതുവെ റിപ്പോർട്ടുകൾ. പക്ഷേ ഒരു ശക്തനായ ഭരണാധികാരി എന്നുള്ള തോന്നൽ പൊതുവെ ഗ്ലോബൽ പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൊക്കെ അത്തരത്തിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തു. അപ്പോൾ ശക്തനായ ഒരു ഭരണാധികാരി എന്ന് പൊതുവെ കാണുന്ന ഈ വാണിജ്യലോകം വിലയിരുത്തുന്ന ഒരാളുടെ ആദ്യത്തെ രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനുവേണ്ടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിൽ ഗൃഹപാഠം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും എടുത്തിരിക്കുന്നു, ഓരോ മന്ത്രിമാരുടെ കീഴിലും എടുക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ ഇവന്റായിട്ട് മാറിയാൽ, ഒരുപക്ഷെ ഈ സെൽ ഓഫിനെയൊക്കെ മറികടന്ന് മുന്നേറിയാൽ, വിപണിയും അതിനനുസരിച്ച് മുന്നേറുകയാണെങ്കിൽ അത് ഈ സീരീസിൽ തന്നെ 8,000 ഇപ്പോൾ വലിയ ദൂരമാണ്, പക്ഷേ എത്ര വരെ നീങ്ങിയേക്കാം? അല്ല, ഇത് പ്രൈം മിനിസ്റ്റർ അധികം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞില്ല. നോർമലി പ്രൈം മിനിസ്റ്റേഴ്സ് ഒരു പൊളിറ്റിക്കൽ ലീഡർ സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം പൊളിറ്റിക്കൽ ലീഡറിൽ നിന്നും ഒരു പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ ഒരു പൊസിഷനാണ്. ഇപ്പോൾ വെറുതെ സംസാരിക്കാൻ സാധിക്കില്ലല്ലോ. ഫാക്ട് മാത്രം അല്ല, അത് ആരോപണം മാത്രം, അത് എപ്പോഴും ആരോപണമുണ്ട്. പ്രൈം മിനിസ്റ്റർ ഒരിക്കലും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലീഡർ സംസാരിക്കുന്ന ലാംഗ്വേജിൽ എപ്പോഴും സംസാരിക്കാൻ സാധിക്കില്ല. ഹിസ് എ പ്രൂവൺ ലീഡർ. അതാണ് നമ്മളുടെ മുന്നിലുള്ള ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ വെൽ പ്ലാൻഡ് ആണ് അദ്ദേഹത്തിന്റെ അനൗൺസ്മെന്റ് തീർച്ചയായിട്ടും മാർക്കറ്റും ഇന്ത്യൻ ജനതയും വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണും. അപ്പോൾ സനൽ പറഞ്ഞ ഈ സീരീസ് 8,000 മൂവ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത് പ്രൈം മിനിസ്റ്റർ ഒരു പ്രഖ്യാപനം കൊണ്ട് മാത്രം നടക്കാൻ സാധ്യതയില്ല. കാരണം അത് ഗ്ലോബലി ഇന്റർലിങ്ക്ഡ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിന് മാത്രം നിലനിൽക്കാൻ സാധിക്കില്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച റൈഡൊക്കെ തന്നെ എങ്ങനെയാണ്? FISന്റെ ഒരു ഹ്യൂജ് ഫണ്ട് ഫ്ലോ കൊണ്ട് വന്നിരിക്കുന്ന റൈഡാണ്. അപ്പൊ FISന്റെ ഫ്ലോ വന്നെങ്കിൽ മാത്രമേ ഫർദർ റൈഡ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഗ്ലോബൽ സിറ്റുവേഷൻ ആവുകയും പ്രൈം മിനിസ്റ്റർ നല്ല പ്രഖ്യാപനങ്ങൾ നടക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർക്കറ്റിൽ മൂവ് സംഭവിക്കാം. പക്ഷെ ഈ ഒരു സീരീസിൽ അതിനുള്ളൊരു സാധ്യത കുറവാണ്. ഇതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട് മാർക്കറ്റ് മുന്നേറിയേക്കാം. ഒരുപക്ഷെ പ്രീവിയസ് ഹൈ എന്ന് പറയുന്ന 7,840 ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു 7,740. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റെസിസ്റ്റൻസ് 7,840 എന്ന് പറയുന്ന ലെവൽ. അഗൈൻ 7,750-40 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ഏരിയയാണ്. ആ ഒരു ലെവൽ പുൾ ബാക്ക് വന്നാൽ ആ ഒരു ലെവൽ വന്ന് വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് വരാം. അതല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും സർപ്രൈസ് വരികയാണെങ്കിൽ മാത്രമേ ഇനി നമ്മൾ 7,800 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, നമ്മൾ കൂടെ മാർക്കറ്റ് വാച്ചിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് വണ്ടർല. വിഗാർഡിന്റെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള വണ്ടർല വളരെ മികച്ച പ്രവർത്തന ഫലം വെള്ളിയാഴ്ച അവതരിപ്പിച്ചു. അതിൽ ശ്രദ്ധേയമായി തോന്നിയ കാര്യം, അതും നമ്മൾ മുൻപ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കമ്പനിയെ സംബന്ധിച്ച് സാധാരണ കമ്പനികൾക്കെല്ലാം 15 മുതൽ 20% വരെയാണ് പ്രോഫിറ്റ് മാർജിൻ. പക്ഷേ ഈ കമ്പനിയുടെ ഒരു സവിശേഷമായ ഒരു പൊസിഷനിങ് കൊണ്ട് ഇതിന്റെ മാർജിൻ 30 മുതൽ 40% വരെയാണ്. അത് നമ്മൾ മുൻപ് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് അതേപടി പ്രൂവ് ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. കാരണം ഏകദേശം 67 കോടി രൂപയുടെ മൊത്തം വരുമാനത്തിൽ നിന്നും 24 കോടി രൂപ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു. ഏകദേശം 35-40% പ്രോഫിറ്റ് മാർജിൻ കിട്ടിയിരിക്കുന്നു. ഒരു ന്യൂ ജനറേഷൻ ശൈലിയിൽ പ്രവർത്തിക്കുക, അല്ലെങ്കിൽ 10 വർഷം മുമ്പോ അല്ലെങ്കിൽ 20 വർഷം മുമ്പോ ഇത്തരം ഒരു കമ്പനി വലിയ രീതിയിൽ വരുമെന്ന് അങ്ങനെ കരുതുന്നില്ല. കാരണം എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അതിൽ നിന്നെല്ലാം കാര്യങ്ങൾ മാറി. അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ട്രജക്ടറി പരിശോധിക്കുകയാണെങ്കിൽ ഇത് ഏത് ദിശയിലേക്കായിരിക്കും? തീർച്ചയായിട്ടും വലിയൊരു സ്പേസ് ഈ സ്റ്റോക്കിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ഇൻഡസ്ട്രി അതിന്റെ പ്രോഫിറ്റ് മാർജിൻ 35-40% മാർജിൻ, 67 crore 24.8 crore നെറ്റ് പ്രോഫിറ്റ് പോസ്റ്റ് ചെയ്യാന്ന് വെച്ച് ബിഗ് റേഷ്യോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനിയും കുറേ സ്പേസ് ഈ സ്റ്റോക്കിന് പോകാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത് ഇപ്പോൾ ഈ ഒരു സെൽ ഓഫിലും ആ സ്റ്റോക്ക് റിസൾട്ടിന് ശേഷം ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ ഇനിയും ലോങ് ടേം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ സ്റ്റോക്ക് ഒരു ബെറ്റ് തന്നെയാണ്. വിഗാർഡ് പോലെ അടുത്തൊരു സ്റ്റോറി രചിക്കാനുള്ള സാധ്യത ഈ സ്റ്റോക്കിൽ കൂടുതലാണ്. അപ്പോൾ നമ്മളെ കേരളത്തിലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ഇപ്പോഴും ഇഷ്യൂ പ്രൈസിന് കുറച്ച് അകലം മാത്രമേ ഈ സ്റ്റോക്ക് നിൽക്കുന്നു. വലിയൊരു റൈഡൊന്നും സംഭവിച്ചിട്ടില്ല. എഗൈൻ ഓരോ കറക്ഷനും ഒരു എൻട്രി പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. നമുക്ക് അരുൺ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലേക്ക് കിടക്കാം. അദ്ദേഹം കുറേ സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല ഓഹരികളാണ് ഒറ്റ നോട്ടത്തിൽ. അതിൽ തന്നെ വോൾട്ടാസ്, ക്രോംപ്ടൺ ഗ്രീവ്സ്, റാൻബാക്സി, അരബിന്ദോ ഫാർമ, അപ്പം മാരിക്കോ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ കമ്പനികളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഈ വോൾട്ടാസ് ഫണ്ടമെന്റലി നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. ഇതിൽ വോൾട്ടാസ് 186 അഗൈൻ ഒരു
തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ഈ സ്റ്റോക്കൊക്കെ തന്നെ. ക്രോംപ്ടൺ ആണെങ്കിലും വോൾട്ടാസ് ഒക്കെ. വോൾട്ടാസ് ഫണ്ടമെന്റലി സൗണ്ടാണ്. അടുത്തൊരു കറക്ഷൻ 186, 172 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ആ ലെവലിലേക്ക് വരുമ്പോൾ ആ സ്റ്റോക്ക് ലോങ് ടൈം വ്യൂവിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിലും ഇൻവെസ്റ്റ്മെന്റിന് അഡ്വൈസബിൾ ആണ്. 214 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇത് മറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ്മെന്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ദെൻ ക്രോംപ്ടൺ ഗ്രീവ്സ് ആണ്. ക്രോംപ്ടൺ ഗ്രീവ്സ് ഒരു കറക്ഷൻ മോഡലാണ്. 270 ലെവൽ വരെ മൂവ് ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിച്ചു. 190 ലെവലിലാണ് ഇപ്പോൾ മൂവ് ചെയ്യുന്നത്. 180 ആൻഡ് 165 ഈ രണ്ട് ലെവൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 200 ആണ് അഗൈൻ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 200 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഒരു ലോങ് ടൈം വ്യൂവിൽ 240, 260 വരെ പോകാനുള്ള സ്ട്രെങ്ത് ക്രോംപ്ടൺ ഗ്രീവ്സിനുണ്ട്. അതുകൊണ്ട് 180 ആൻഡ് 165 രണ്ട് ലെവലായിട്ട് ഈ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ റാൻബാക്സി ആണ്. റാൻബാക്സി ആൻഡ് അരബിന്ദോ ഫാർമ. ഇതിൽ അരബിന്ദോ ഫാർമ ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ഇപ്പോഴത്തെ കറന്റ് ലെവൽ പോലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. നമുക്കറിയാം ഇപ്ക ലാബ് ഇപ്പം ഒരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്കൻ ഫെഡറൽ അവരുടെ ബാൻ 6 റാൻബാക്സിക്ക് പിന്നാലെ ഒരു ബാൻ കൂടി. ഇവിടെ കയറ്റുമതി ചെയ്യുന്ന മരുന്നുകൾ അവരുടെ ഉപയോഗക്ഷമമല്ല എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ കമ്പനികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുറേയധികം കമ്പനികൾ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്ക ലാബ്. അപ്പോൾ ഇതൊക്കെ ഈ ഫാർമ സെക്ടറിനെ സംബന്ധിച്ച് ഒരു നെഗറ്റീവാണ്. പക്ഷേ നല്ല ഫാർമയെ സംബന്ധിച്ച് ഇത് വളരെ പോസിറ്റീവുമാണ്. അപ്പോൾ ഇതിനകത്ത് അരബിന്ദോ ഫാർമ ഫണ്ടമെന്റലി സൗണ്ടാണ്. ആ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. 680 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 620 ഈ രണ്ട് ലെവൽ അരബിന്ദോ ഫാർമയിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂയിലും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. പുതിയ നിക്ഷേപകർക്ക് ഫാർമ സെക്ടറിൽ കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ് അരബിന്ദോ ഫാർമ. 780 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ മാരിക്കോ ലിമിറ്റഡ് ആണ്. ഫണ്ടമെന്റലി സൗണ്ട് ആണ്. ലോങ് ടൈം വ്യൂവിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. 260 ആൻഡ് 235 രണ്ട് സപ്പോർട്ട് ലെവലാണ്. ഈ രണ്ട് ലെവൽ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലാണ്. ഫണ്ടമെന്റലി വളരെ സൗണ്ട് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഇപ്പോൾ ഈ സ്റ്റോക്കിലൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എക്സ്റ്റേണൽ ആയിട്ട് വന്നിരിക്കുന്ന ചില ഇഷ്യൂസ് ഉണ്ട്. വെച്ചാൽ ഗ്ലോബൽ നെഗറ്റീവ് ഇഷ്യൂസ് കൊണ്ടാണ് ഈ സ്റ്റോക്കിലൊക്കെ തന്നെ ഈ കറക്ഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് നല്ല സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് മാക്സിമം എല്ലാ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ളൊരു അഡ്വൈസാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ മാരിക്കോ 260 ആൻഡ് 235 രണ്ട് സപ്പോർട്ട് ലെവലാണ്. 300 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ റിലയൻസ് ഇൻഡസ്ട്രീസ്. ഈ റൈഡിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തൊരു സ്റ്റോക്കാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അപ്പോൾ 960 ആണ്. ഈ ലാസ്റ്റ് ഫ്രൈഡേ പോലും ആ സ്റ്റോക്കിൽ വളരെ നല്ല സ്ട്രെങ്ത് ഫീൽ ചെയ്തു. മാർക്കറ്റിൽ സെൻസെക്സിൽ 350 പോയിന്റ്സിന് ഡ്രോപ്പ് വന്നപ്പോഴും റിലയൻസിൽ വലിയൊരു സെൽ ഓഫ് കണ്ടില്ല നമ്മൾ. അതിൻ്റെ റീസൺ ആ സ്റ്റോക്ക് ഇപ്പോഴും ഒരു അണ്ടർ വാല്യൂഡ് ആണ് സ്റ്റോക്ക്. അപ്പോൾ 960 ലെവലിലേക്ക് റിലയൻസ് വരികയാണെങ്കിൽ ഒരു ഫസ്റ്റ് ലെവൽ ബൈയിങ് ആണ്. ദെൻ 920 വരണമെങ്കിൽ മാർക്കറ്റിൽ വളരെ ഷാർപ്പായിട്ടുള്ള സെൽ ഓഫ് വരികയാണെങ്കിൽ മാത്രമേ 920 ലെവലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് ലെവൽ 960 ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻഡർ ലെവൽ തന്നെയാണ് റിലയൻസിനെ സംബന്ധിച്ച്. 1040 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ്. ദെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് 26 ആൻഡ് 24 ലെവലിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. 26 സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവലാണ്. 32 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ഫെഡറൽ ബാങ്ക് കറണ്ട് ലെവൽ 113 എന്ന് പറയുന്ന ലെവൽ സേഫ് ആയിട്ടുള്ളൊരു എൻട്രി ലെവലാണ് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വീണ്ടും കേരളത്തിലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക്, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ വണ്ടർല, അങ്ങനെ ഒട്ടനവധി സ്റ്റോക്ക് ക്രോംപ്ടൺ, വോൾട്ടാസ് പോലുള്ള സ്റ്റോക്കുകൾ ഫെയർ വാല്യൂ അതല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. നെക്സ്റ്റ് വീക്ക് അതല്ലെങ്കിൽ അഗൈൻ മാർക്കറ്റ് 7400, 450, അതല്ലെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ 7200 ലെവൽ വരെ പോകാം. പക്ഷേ ഇതൊക്കെ നല്ല സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുക എന്നുള്ളതാണ്. മറ്റൊന്ന് SBI വളരെ മികച്ച, നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച കാര്യമാണ്, മികച്ച റിസൾട്ട് വന്നു. ഇപ്പോഴത്തെ ഒരു ലെവൽ അത് കൺസിഡറബിൾ ആണോ? തീർച്ചയായിട്ടും 2360 എന്ന് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ലെവലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കറണ്ട് ലെവൽ പോലും ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു സേഫർ എൻട്രി ലെവലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നേരത്തെ വണ്ടർലയുടെ കാര്യം പറഞ്ഞ പോലെ കുറേ അധികം സ്പേസ് ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ്. അപ്പോൾ ആ ബാങ്കിന് വളരെയധികം സ്പേസ് ഉണ്ട് മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അത് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വരുന്നു, എല്ലാ വീടുകളിലും അക്കൗണ്ട്. തീർച്ചയായും. അപ്പം SBIയുടെ ഈ പിന്നെ സാമന്ത രാജാക്കന്മാർ എന്നൊക്കെ പറയുന്ന പോലെ മറ്റേ SBT അല്ലെങ്കിൽ മറ്റേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് ഇങ്ങനത്തെ കമ്പനികളെല്ലാം ഒരുപക്ഷെ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വലിയ ബഹമത്ത് ഇൻസ്റ്റിറ്റ്യൂഷനായി മാറും. അതുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള ഓരോ ഡിപ്പും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ
അതിൻ്റെ ഒരു പാർട്ടായി മാറുന്നത് ഒരു അഭിമാനം തന്നെയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ണറായി ഇരിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനം തന്നെയാണ്. അപ്പോൾ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വളരെ നല്ല ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂലാണല്ലോ സ്റ്റോക്ക് നമുക്ക് ലഭിക്കുന്നത് തന്നെ. നമുക്ക് തിരികെ വരാം ഇടവേളയ്ക്ക് ശേഷം. മാർക്കറ്റ് വാച്ച് തുടരുന്നു. അജേഷിൻ്റെ ചോദ്യം, ഇപ്പോൾ നേരത്തെ നമ്മൾ ഫാർമ സെക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ റാൻബാക്സി ഇപ്പോൾ എല്ലാവരും പൊതുവെ ഒരു പല കാര്യങ്ങൾ കൊണ്ട് റാൻബാക്സി ഇപ്പോൾ ഒരു ബൈ റഡാർ ലിസ്റ്റിലില്ല. സൺഫാർമ എങ്ങനെയുണ്ട്? സൺഫാർമ ഫണ്ടമെന്റലി വളരെ ശക്തമായിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇപ്ക ലാബ് അടുത്തപ്പോൾ FDA പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും അടുത്തൊരു കറക്ഷൻ വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സ്റ്റോക്കിൽ വന്നു. അടുത്ത കറക്ഷനോടുകൂടി ആ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാം. കാരണം പ്രശ്നം സോൾവ് ആയി തിരിച്ചു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാരണം പോലെ തുടർച്ചയായ ഒരു USFDA ിലേക്ക് വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഇപ്ക ലാബിന്റെ വാല്യുവേഷൻ ഡിസ്കൗണ്ട് വാല്യൂലാണ് ഈ ബാൻ വന്നുകൊണ്ട് വളരെ ഷാർപ്പായിട്ടുള്ള കറക്ഷൻ സംഭവിച്ചു. ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. ദെൻ സൺഫാർമയാണ് അല്ലെ, സൺഫാർമ ഫണ്ടമെന്റലി സൗണ്ട് ആണ് കറന്റ് ലെവൽ. പക്ഷെ ഞാൻ ഇപ്പോഴും SBI ഒക്കെ പറഞ്ഞതുപോലെ ഓരോ ഇടിവിലും വാങ്ങേണ്ട ഒരു ഓഹരിയാണോ സൺഫാർമ? അത് തീർച്ചയായിട്ടും അതെ. പക്ഷേ ഇപ്പോഴത്തെ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ IT ആണെങ്കിലും ഫാർമ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ അല്ല. കാരണം ഞാൻ കുറച്ചൊരു പേഷ്യൻസ് കാണിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സ്റ്റോക്ക് ഈ IT-യും ഫാർമയും ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് അറ്റ്ലീസ്റ്റ് ഒരു 50% ആ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ ഫണ്ടമെന്റലി സൗണ്ട് ആയിട്ടുള്ള ബാക്കി സ്റ്റോക്ക് L&T എടുക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് എടുക്കുകയാണ്, അങ്ങനെ ICICIയിൽ വലിയൊരു കറക്ഷൻ സംഭവിച്ചിട്ടില്ല. അങ്ങനെയുള്ള സ്റ്റോക്കിലേക്ക് അവരുടെ ഫോക്കസ് ഇപ്പോൾ LIC ഹൗസിംഗ് ഫൈനാൻസ്, IDFC പോലെയുള്ള സ്റ്റോക്കിലേക്ക് അവരുടെ ഒരു കുറച്ച് എക്സ്പോഷർ ഷിഫ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഫാർമ സെക്ടർ ഇപ്പോൾ ഇപ്ക ലാബ് വീണ്ടും ഒരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസബിൾ ആണ്. അരവിന്ദോ ഫാർമയിൽ കറക്ഷൻ സംഭവിക്കുമ്പോൾ അങ്ങനെ ഒരു ഷിഫ്റ്റ് തീർച്ചയായിട്ടും നന്നായിരിക്കും. ഇപ്പോൾ ഒട്ടനവധി ഓഹരികൾ ഈ ഒരു കറക്ഷനിൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വാല്യുവേഷനിൽ കിടപ്പുണ്ട്, ധാരാളം ഓഹരികൾ. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ പഴയൊരു ചർച്ചാ വിഷയമായ ചോദ്യം തന്നെയാണ്, ലാർജ് ക്യാപ്പ് ഓഹരികളാണോ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഓഹരികളാണോ ഈ പെട്ടെന്ന് റീബൗണ്ട് ചെയ്യുന്നു എന്നുള്ളതല്ല എൻ്റെ ചോദ്യം, കൂടുതൽ റിട്ടേണിന് സാധ്യതയുള്ളത്? റിട്ടേൺ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് ഇതിനകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ബുൾ റൈഡിൽ സ്മോൾ ക്യാപ്പ് ആയിരിക്കും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിക്കുള്ള സാധ്യത, മൾട്ടി ഫോൾഡ് റിട്ടേൺ വരെ പലപ്പോഴും ഇതിലായിരിക്കും. സുസ്ലോൺ പോലെ നമുക്കറിയാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും അങ്ങനെ ഒരു 5000 ലെവലിലേക്ക് അത് പോകണമെങ്കിൽ കുറേ അധികം സ്പേസ് ഉണ്ട്. റിലയൻസ് ഇപ്പോൾ 2000 വരണമെങ്കിൽ. അതേസമയത്ത് സുസ്ലോൺ ചിലപ്പോൾ 60 റുപ്പീസിലേക്ക് വരാനുള്ള ഇമ്മീഡിയറ്റ് ചിലപ്പോൾ മാർക്കറ്റിൽ ഒരു ബുൾ റൈഡ് 8500 നിഫ്റ്റി വന്നാൽ ചിലപ്പോൾ സുസ്ലോൺ 50 ആയിരിക്കാം, ഇപ്പോഴത്തെ 20 എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അതേസമയത്ത് റിസ്ക് കൂടുതലാണ്. കാരണം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ബുൾ റൈഡ് അല്ല എങ്കിലും ഒരു നോർമൽ മാർക്കറ്റിലും റിക്കവറി വളരെ ഷാർപ്പായിരിക്കും. റിലയൻസ് ആണെങ്കിലും ഏത് സ്റ്റോക്ക് എടുത്താലും നമുക്കറിയാം. ഇപ്പോൾ ICICI ബാങ്ക് എടുക്കൂ, ആക്സിസ് ബാങ്ക് എടുക്കൂ, ഇതിലൊക്കെ റിക്കവറി വളരെ ഷാർപ്പായിരിക്കും. സുസ്ലോൺ നമുക്കൊരു കണ്ടിന്യൂസ് ഈ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കൊക്കെ 100 റുപ്പീസിന് 10 റുപ്പീസും 5 റുപ്പീസും ആയിപ്പോയ എത്രയോ സ്റ്റോക്ക് ഉണ്ട്. അതിൻ്റെ റിക്കവറി വന്നാലും 20-25 റുപ്പീസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോൾ എവിടെ നിന്നാണ് നമ്മൾ നോക്കണം. അതേസമയത്ത് സ്റ്റേറ്റ് ബാങ്കോ റിലയൻസോ L&T ACCയുടെ ഫോൾ എത്ര സംഭവിച്ചാലും അതിലും ഷാർപ്പായിട്ട് ഈ സ്റ്റോക്ക് റിക്കവറി വളരെ ഷാർപ്പാണ്. ഗ്യാരണ്ടീഡ് സ്റ്റോക്സ് ആണ്. ഉദാഹരണത്തിന് GVK പവർ 12 രൂപയിൽ നിന്നും 22-20 ലെവലുകളിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ കരുതി അവിടെ നിന്ന് പിന്നെയും മൊമെന്റം കൂടുതൽ പിക്കപ്പ് ചെയ്യുമെന്ന്. പക്ഷെ വീണ്ടും താഴേക്ക് പോരുവായത്. ആ ഒരു പേടി ഈ സുസ്ലോൺ അടക്കമുള്ള ഓഹരികളിലില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇപ്പോഴത്തെ രീതിയിൽ സുസ്ലോൺ മേടിക്കാം, ചെറിയ റിസ്ക് എടുക്കാൻ പറ്റുന്ന, പക്ഷേ അവർക്ക് 20 ലെവൽ എന്ന് പറയുന്ന ഒരു സേഫ് ആയിട്ടുള്ള എൻട്രി പോയിന്റ്. പെന്നി സ്റ്റോക്സിൽ ആ റിസ്ക് നിലനിൽക്കുന്നു. അതാണ് റിസ്ക് കൂടുന്തോടും റിട്ടേണും കൂടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ എപ്പോഴും ഇനി അങ്ങോട്ടുള്ളൊരു മാർക്കറ്റിൽ ഫ്രണ്ട് റൺ സ്റ്റോക്ക് തന്നെ ആയിരിക്കും നല്ലത്. കാരണം ഇയർലി ഉള്ള ഈൽഡ് എടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കും പലപ്പോഴും നല്ലത്. അപ്പോൾ നല്ല സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക, ഈ അപ്സ് ആൻഡ് ഡൗൺസ് ക്യാപിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. വളരെ ഷാർപ്പായിട്ടുള്ള റാലി സംഭവിക്കുമ്പോൾ അത് ആ റാലിയിൽ നിന്ന് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് എടുക്കുക. ദെൻ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ അല്ലെങ്കിൽ ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് പോകും. ദെൻ വീണ്ടും റീ എൻട്രി, സെയിം സ്റ്റോക്ക് തന്നെ റീ എൻട്രി ചെയ്യുക. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ പോലെ ഒരു 5-8-6 സ്റ്റോക്ക് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രി, ഒരു 10 സ്റ്റോക്ക് മാക്സിമം ഹോൾഡ് ചെയ്യുക പല സെക്ടറിലായിട്ട്. ആ സ്റ്റോക്ക് ഫ്രണ്ട് റൺ സ്റ്റോക്ക് എടുക്കുക. ആ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന അപ്സ് ആൻഡ് ഡൗൺസ്, മാക്സിമം അപ്സ് ആൻഡ് ഡൗൺസ് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എന്നാലും ഒരു പരിധി വരെ നമുക്ക് 2-3 സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇത് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു മൂവ് ആയിരിക്കും. ഒരു 25-30% റിട്ടേൺ സ്റ്റോക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഈ രീതിയിലുള്ളൊരു മൂവ് നടത്തുകയാണെങ്കിൽ കിട്ടും. ഈ വർഷം കിട്ടും. അത് നല്ലൊരു റിട്ടേണാണ്. നമ്മൾ പലപ്പോഴും 100% റിട്ടേണിന് പോകുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ട്രാപ്പിൽ പോകുന്നത്. നമുക്ക് അവസാനമായിട്ട് നിഫ്റ്റിയുടെ ലെവലുകൾ എങ്ങനെയാണ്? പ്രത്യേകിച്ചും നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ ഇവന്റ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ പ്രസംഗമാണ്.
നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യം, മാർക്കറ്റ് പൊതുവെ ഒരു കറക്ഷൻ മോഡിനെ അല്ലെങ്കിൽ ഒരു സാങ്കേതിക തിരുത്തലിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി പരിഗണിക്കുമ്പോൾ നിഫ്റ്റി ലെവലുകൾ എങ്ങനെയാണ്? നിഫ്റ്റി 7450, ആ 450-400 എന്ന് പറയുന്നതാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട്. പക്ഷേ ആ ഒരു ലെവലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യരുത്. 7500 ബിലോ മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഒരു ബൈ ഇനീഷ്യേറ്റ് ചെയ്യുക. അവിടുന്ന് ഒരു പുൾ ബാക്കിനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ് സനൽ. അത് 7740, 7740 എന്ന് പറയുന്ന ഒരു ലെവൽ വരെ ഒരു റിക്കവറി വരാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ട് ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ കാണുന്നത്. കറക്ഷൻ ഏതായാലും 7000 താഴത്തേക്ക് നിഫ്റ്റിയെ നയിക്കാനുള്ള ശക്തിയുള്ള ഒരു കറക്ഷൻ ആണോ? അത് ഒരിക്കലും ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറയാൻ സാധിക്കില്ല. ഇപ്പോഴത്തെ ഗ്ലോബൽ ഇക്കണോമിക് സിറ്റുവേഷൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള 7450-400 എന്ന് പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. അതുപോലെ അപ്പർ സൈഡ് 7740 ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു റെസിസ്റ്റൻസ് ആണ്. ദെൻ ഈ ഒരു സീരീസ് അത് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. 7740 ബ്രേക്ക് ചെയ്യുക, 7740 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 7800 എന്ന് പറയുന്ന നമ്മൾ പഴയ ഹൈയിലേക്ക് മാർക്കറ്റ് ചിലപ്പോൾ മൂവ് ചെയ്യാം. ഇതൊക്കെ ഗ്ലോബൽ ന്യൂസിനെ അനുസരിച്ചിരിക്കും. അതിൽ പ്രൈം മിനിസ്റ്റർ അനൗൺസ്മെന്റ് ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും ഫർദർ മാർക്കറ്റിന്റെ മൂവ്മെന്റ്. നന്ദി ഭുവനേന്ദ്രൻ. തീർച്ചയായും മാർക്കറ്റ് അങ്ങനെ എളുപ്പം ആർക്കും പിടികൊടുക്കുന്ന ഒന്നല്ല. ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. തിരുത്തലുകൾ എപ്പോഴും നല്ലതാണ്. തിരുത്തലുകൾ ആണ് ആരോഗ്യകരമായ ഒരു മാർക്കറ്റിന് നല്ലത്. അത്ര എളുപ്പം നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഓഹരി വിപണിയെങ്കിൽ എല്ലാവർക്കും ധനമുണ്ടായനെ. അതുകൊണ്ട് ഇത്തരം കറക്ഷനുകളും ഇത്തരം ചാഞ്ചാട്ടങ്ങളും എല്ലാം ഇതിൽ സഹജമായ കാര്യമാണ്, സ്വാഭാവികമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് റിസ്ക്കും റിവാർഡും കൂടുതലായിട്ട് നിൽക്കുന്നത്. എന്തുതന്നെയായാലും ഇപ്പോഴത്തെ സാഹചര്യം തീർച്ചയായും ഒരു ബുൾ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഇടിവുകളാണ്. ഈ ബുൾ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഇടിവുകൾ എന്ന് പറഞ്ഞാൽ റീബൗണ്ട് അതിശക്തമായി തന്നെ വരും. കാരണം എത്ര താഴെ പോയാലും അതിനേക്കാളും ശക്തമായ രീതിയിലായിരിക്കാം മാർക്കറ്റ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇനി ഇപ്പോഴത്തെ ഒരു ഭരണം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മേഖലയിൽ നിന്നും ലഭിക്കുന്ന വാർത്തകളെല്ലാം തന്നെ, വാണിജ്യ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളെല്ലാം തന്നെ വളരെ അനുകൂലമാണ്. നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ വളരെ കുറവാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴത്തെ ഗ്ലോബൽ സെൽ ഓഫിൻ്റെ കാര്യത്തിൽ ഒരു ശമനം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വലിയ രീതിയിൽ റീബൗണ്ട് ചെയ്യും. അത് ഈ മാസം സംഭവിക്കണമെന്നില്ല, പക്ഷേ ഒരുപക്ഷെ അടുത്ത മാസം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SBI അടക്കമുള്ള വളരെ മികച്ച ഓഹരികൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വീണ്ടും വാങ്ങാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അത് വിനിയോഗിക്കാവുന്നതുമാണ്. അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.